Meet the editors. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാനുള്ള തീരുമാനം കോടതിയെ വെല്ലുവിളിച്ചു എന്നതാണ് ചോദ്യം. തുടങ്ങാം. സുനിൽ, സുപ്രീം കോടതി വരെ ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സർക്കാർ പോയി, പോലീസ് പോയി. സുപ്രീം കോടതിയിൽ നിന്ന് വരെ CBI അന്വേഷണം വേണ്ട, ഈ അന്വേഷണത്തിൽ തന്നെ ഇത് കണ്ടെത്താനാകുമെന്ന ആത്മവിശ്വാസമാണ് ജുഡീഷ്യറി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിഞ്ഞൊരു വിഷയമാണ്. അവിടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് VD സതീശൻ സർക്കാർ ആദ്യം CBIക്ക് വിടുന്ന കേസായി നവീൻ ബാബുവിൻ്റെ കേസ് മാറുന്നത്. കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് CPM പറയുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണോ? ആദ്യം തന്നെ പറയട്ടെ, KK രാഗേഷിൻ്റെ പ്രതികരണം ആവശ്യമില്ലാത്തതായി പോയി, അനാവശ്യമായി പോയി. അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. കോടതിയെ വെല്ലുവിളിച്ചു എന്നും ഈ കേസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടിനെ കാണേണ്ടതില്ല. ഈ കേസ് CBI അന്വേഷിക്കണം എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ CBI അന്വേഷിച്ച് മാത്രമേ ഈ കേസിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരികയുള്ളൂ എന്ന് ആ കുടുംബത്തിന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കോടതി നേരത്തെ പറഞ്ഞത് വസ്തുതയാണ്. കേരള ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഈ കേസ് പരിശോധിക്കുകയും കേരള പോലീസിൻ്റെ അന്വേഷണം ശരിവെച്ചുകൊണ്ട് ഇനിയൊരു CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് അപ്പീൽ കോടതികൾ തീരുമാനിച്ചതാണ്. എങ്കിലും ഇതിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. കുടുംബത്തിന് ഒരുപാട് സംശയമുണ്ട്. ആ സംശയങ്ങൾ തീർച്ചയായും ദൂരീകരിക്കപ്പെടേണ്ടതാണ്. നവീൻ ബാബുവിന് ആ അർത്ഥത്തിൽ നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതായാലും ഈ കേസ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. കേരളത്തിൽ വലിയ ചർച്ചയായ കേസാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു കൊലപാതകമാണ് എന്നതാണ്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് കെട്ടിത്തൂക്കിയതാണ് എന്ന തരത്തിലൊക്കെയാണ് അവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത്. ഇത് നമുക്കറിയാം CPM വിരുദ്ധത ശക്തമാക്കിയ ഒരു കേസ് കൂടിയാണ്. കാരണം CPMനെതിരെ വലിയ രാഷ്ട്രീയ വിമർശനം ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് CPMൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ PP ദിവ്യ അവരുടെ പരാമർശമാണല്ലോ ഇങ്ങനെയൊരു സംഭവത്തിന് തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഇവർ വരികയും അത് ക്ഷണമില്ലാതെ വരികയും ക്ഷണമില്ലാതെ വന്ന ശേഷം അവിടെ പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകിയ കാര്യത്തിൽ നവീൻ ബാബു ചില കൃത്രിമം കാണിച്ചു എന്ന തരത്തിൽ അതിൻ്റെ തെളിവുകൾ 2 ദിവസത്തിനകം പുറത്തു വരും എന്നൊക്കെയുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള അവരുടെ പരാമർശങ്ങൾ അത് നവീൻ ബാബുവിന് ഒരു ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിലൊക്കെയാണ് കേരള പോലീസിൻ്റെ ഫൈൻഡിങ് വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ കേസിൽ ഇപ്പോൾ PP ദിവ്യ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. അതിനിപ്പോൾ CBI അന്വേഷിച്ച ശേഷമാണ് ഈ കേസിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നതെങ്കിൽ അത് വരട്ടെ എന്നതാണ് എൻ്റെ നിലപാട്. അതാണ് എൻ്റെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ടേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം, എല്ലാ കേസുകളും CBI അന്വേഷിച്ചാൽ മാത്രമേ തീരൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ ഒരുപാട് CBI അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും CBI അന്വേഷിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കേസുകളുണ്ട്. അഭയ കേസ് നമുക്കറിയാം. SNC ലാവ്ലിൻ കേസ് എവിടെ എത്തിയെന്ന് നമുക്കറിയാം. CBI ഒരുപാട് കാലം അന്വേഷിച്ചു. CBIയുടെ കുറ്റപത്രം വിചാരണ കോടതി പകുതി അംഗീകരിച്ചു, പകുതി തള്ളി. അത് പിന്നീട് ഹൈക്കോടതിയിൽ പോയി, പിന്നീട് സുപ്രീം കോടതിയിൽ വന്ന ആ കേസ് ഇപ്പോഴും അന്തിമമാകാതെ കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ നിരവധി കേസുകൾ ഇത്തരത്തിൽ എവിടെയും എത്താത്ത CBI കേസുകളുമുണ്ട്. അതേസമയം ഇപ്പോൾ പെരിയ കേസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മറ്റു പല കേസുകളിലും CBI എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണ വേഗം ആ കേസുകളിൽ വേഗത്തിൽ തീർപ്പാക്കുന്ന നടപടിയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാകുന്ന കേസുകൾ പലപ്പോഴും CBIക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ഒരു വാദം ഉയരുന്നത് എന്തുകൊണ്ടാണ് UDFൻ്റെ ആണല്ലോ പോലീസ്. അപ്പോൾ UDF സർക്കാർ എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു അന്വേഷണം നടത്താത്തത്, അതിനുശേഷം മതിയല്ലോ CBI എന്നുള്ളൊരു വാദം ഇതിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതിൽ പ്രധാനമായും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷേ ഇപ്പോൾ UDFൻ്റെ പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് എന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താം. അതുകൊണ്ട് അതിൽ നിന്നും അതിൽ നിൽക്കാതെ CBI അന്വേഷിക്കട്ടെ, ആ പഴി കേൾക്കാതെ ഒരു CBI അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് പോവുകയാണ്. അതായാലും ആ നിലയിൽ ഒരു പക്ഷേ ഇത് CBI അന്വേഷിച്ചാൽ ശരിയാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലത്. ഏതായാലും ഈ നവീൻ ബാബുവിൻ്റെ ഒരു ക്ലീൻ ഇമേജ് അത് വലിയ തോതിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഇമേജ്, അദ്ദേഹം ഒരു ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥനാണ്.
എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനാവശ്യമായി ഒരു പഴി ചാർത്തുകയും അത് ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അന്വേഷിച്ച ഒരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അദ്ദേഹം പിന്നീട് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയായ ഒരു സാഹചര്യമുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ തന്നെ അത്തരം സാഹചര്യങ്ങൾ CPM-ന് ഒഴിവാക്കേണ്ടതായിരുന്നു. പലപ്പോഴും ഒരു CPM വിരുദ്ധത ഒരുപക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ആളിക്കത്തിയത് ഇത്തരം ചില വിഷയങ്ങളിലൊക്കെ തന്നെ എടുത്തിട്ടുള്ള നിലപാടുകളാണ്. പലപ്പോഴും ആ കുടുംബം ആവർത്തിച്ച് പറഞ്ഞ പല കാര്യങ്ങളിലും ചില മസിലിപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം എന്തിനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം അവർ ഉയർത്തിയിരുന്നു. അക്കാര്യത്തിലൊക്കെ ആ കുടുംബത്തിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കണമായിരുന്നു. പ്രത്യേകിച്ച് നവീൻ ബാബു ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായിരുന്നു. അവരുടെ കുടുംബം ഇടതുപക്ഷ അനുഭാവമുള്ള കുടുംബമായിരുന്നു. അപ്പോൾ ആ കുടുംബത്തെ കൂടെ നിർത്താനും അവരെ വിശ്വാസത്തിലെടുക്കാനുമുള്ള നടപടി ഇവിടെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അക്കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കണം. ഏതായാലും CBI അന്വേഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത് ആ കുടുംബത്തിന് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സംശയങ്ങൾ ദൂരീകരിക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഓക്കെ, സ്മൃതി, ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിയില്ല. എന്താണ് CBI അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നില്ല. ആത്മഹത്യയും ആത്മഹത്യയിലേക്ക് നയിച്ച ഗൂഢാലോചനയുമാണെങ്കിൽ സ്വാഭാവികമായും PP ദിവ്യയ്ക്ക് ചുറ്റിപ്പറ്റിയുള്ള ആ കേസ് നിലനിൽക്കും CBI ഏറ്റെടുത്താൽ. ഇനി അത് കൊലപാതകമാണ് എന്ന കുടുംബത്തിൻ്റെ പരാതിയാണ് പരിഗണിക്കുന്നതെങ്കിൽ നിലവിലുള്ള ഈ കേസ് അപ്രസക്തമാവുകയും ചെയ്യും. ആത്യന്തികമായ കുടുംബത്തിന്റെ ആവശ്യമാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആദ്യം KK രാഗേഷിന്റെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ VD സതീശൻ എന്ന ചോദ്യമാണെന്ന് KK രാഗേഷ് ഉന്നയിച്ചിരിക്കുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ സ്വന്തം അന്വേഷണ ഏജൻസിയായ വിജിലൻസിനേക്കാൾ അദ്ദേഹത്തിന് വിശ്വാസം CBI-യിലാകുന്നത് എന്തുകൊണ്ടാണ്? ED-യിലും CBI-യിലും VD സതീശന് വല്ലാത്ത വിശ്വാസമുണ്ടാകുന്നത് അപകടകരമായ കാര്യമാണ്. ഇക്കാര്യം കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ കണ്ട കേസാണിത്. കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയമാണിത്. അപ്പോൾ ഇത് ആത്യന്തികമായി അന്വേഷണത്തെ ഭയക്കുന്നവരുടെ പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ വരുന്ന ഘട്ടത്തിലൊക്കെ അതിനെ ഏത് രൂപത്തിൽ പ്രതിരോധിക്കുന്നു, അതിനെ ഭയക്കുന്നു എന്ന് തോന്നിക്കുന്ന രണ്ടാമത്തെ സംഭവമാണിപ്പോൾ ഇത്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് വീണ തൈക്കണിയുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീടുകളിലേക്ക് വന്ന പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടാക്കിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അന്വേഷണത്തെ അതിൻ്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് എന്ന് വ്യക്തമായി പറയുന്നതിന് പകരം അന്വേഷണത്തെ തടയുന്ന രൂപത്തിൽ കായികമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഈ കേസിൽ അങ്ങനെ വരുമോ? ഈ കേസിൽ അങ്ങനെ വരില്ല എന്ന് മാത്രമല്ല, അതിൽ പ്രതികരണങ്ങൾ ഇപ്പോൾ KK രാഗേഷ് നടത്തിയ പോലെ പ്രതികരണം മറ്റ് CPM നേതാക്കളിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ EP ജയരാജനൊക്കെ പ്രതികരിക്കുന്നത് വളരെ മിതമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മാധുവിൻ്റെ ഡിബേറ്റിൽ CPM പ്രതിനിധി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിലൊരു ചർച്ച വയ്ക്കുമ്പോൾ ആ ചർച്ചയിൽ ഒരു പോയിന്റ് മുന്നോട്ട് വെക്കാൻ കഴിയാത്തതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. ഈ സംഭവത്തിലുടനീളം നമ്മൾ നോക്കുമ്പോൾ ഇടത് അനുഭാവികളായിരുന്ന CPI ആയിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം. അപ്പോൾ ഇടത് അനുഭാവികളായിരുന്ന ആ കുടുംബം കഴിഞ്ഞ ഇടത് സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ആ സംഭവം മാറിയെന്നുള്ളതാണ്. അപ്പോൾ വീടിന് സമീപത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി സന്തോഷത്തോടെ കുടുംബത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട്, അത് കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്ന ട്രാൻസ്ഫറാണ്, അങ്ങനെ കിട്ടിയൊരു ട്രാൻസ്ഫർ ആയിരുന്നു നവീൻ ബാബുവിന്. ആ യാത്ര അയപ്പ് ചടങ്ങിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വിളിക്കാതെ വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അന്ന് അവിടുത്തെ ഒരു പ്രാദേശിക ചാനൽ ക്യാമറമാനെ കൂടി കൊണ്ടുവന്ന് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. 6 മിനിറ്റ് അധിക്ഷേപമാണ് അവർ നടത്തിയത്. നമ്മൾ ദിവസങ്ങളോളം അത് ചർച്ച ചെയ്തതാണ്. ആ 6 മിനിറ്റ് അധിക്ഷേപവും പിന്നീട് അവിടുത്തെ ലോക്കൽ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അതിന് പിറ്റേ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ആ കുടുംബത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ തൊട്ടാണ് സംശയം തുടരുന്നത്. ഇൻക്വസ്റ്റിന് സമയത്ത് ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ പല രീതിയിൽ പ്രതികരിക്കുന്നു. കുടുംബത്തിനൊപ്പമാണെന്ന രൂപത്തിൽ പറയുന്നു, മറിച്ചുള്ള രീതിയിലേക്ക് ചില പ്രതികരണം അപ്പുറത്ത് നടത്തുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇനി ഈ കൈക്കൂലി ആരോപണം ഉയർത്തി, ഈ കൈക്കൂലി ആരോപണമാണല്ലോ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പെട്രോൾ പമ്പ് NOC ഫയലിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രശാന്തൻ എന്ന് പറഞ്ഞ TV പ്രശാന്ത് എന്ന വ്യക്തി, അയാളുടെ കൈക്കൂലിയാണ് ഉയർത്തിയിരിക്കുന്ന ആരോപണം. അതായത് മരിച്ച ശേഷവും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ള ആ കുടുംബത്തെ വലിയ രീതിയിൽ വിഷമിപ്പിച്ച കാര്യമാണ്. അപ്പോൾ TV പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന ഒരു പരാതി പിന്നീട് ഡേറ്റ് തെറ്റി പുറത്തേക്ക് വിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മളത് പരിശോധിക്കുമ്പോൾ കൂടുതൽ വാർത്തകളായി അന്ന് വന്ന ഒരു കാര്യം, ആ ഒപ്പല്ല ഈ പറഞ്ഞ പെട്രോൾ പമ്പ് NOCക്ക് നൽകിയിരിക്കുന്ന പ്രശാന്തൻ്റെ ഒപ്പ് വേറെയായിരുന്നു, ഡേറ്റ് വേറെയായിരുന്നു. മാത്രമല്ല AKG സെൻറ്ററിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഒരു നേതാവിൻ്റെ ബന്ധു കൂടിയാണ് TV പ്രശാന്തൻ എന്നുള്ള വിവരം കൂടി ആ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ അത് സംഭവം വരുന്നു. അവരിപ്പോൾ പലതവണ കോടതിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ തലശ്ശേരി കോടതി തൊട്ട് കോടതികളിൽ നിന്ന് വന്നിരിക്കുന്ന വിധികൾ CBIക്ക് വിടണ്ട എന്ന രൂപത്തിലാണല്ലോ എന്നുള്ളതാണല്ലോ. പക്ഷേ അതിനുശേഷം 13 വീഴ്ചകൾ
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അവർ കോടതിയിലേക്ക് പോകുന്നുണ്ട്. ആ 13 വീഴ്ചകളിൽ ഈ പറയുന്ന പെട്രോൾ പമ്പ് NOC ഫയലിൽ പ്രശാന്തിനൊപ്പം പരാതിയിലൊപ്പം 2 എന്നതടക്കം കോൾ റെക്കോർഡുകൾ പരിശോധിച്ച വീഴ്ച, അത് ഈ പറയുന്ന ഇവരുടെ ഫോൺ കോൾ, PP ദിവ്യയുടെ ഫോൺ കോൾ ജനുവരി 16 മുതൽ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മാസം മുതൽ അത് പരിശോധിച്ചിട്ടില്ല എന്നടക്കമുള്ള വിവരങ്ങൾ വന്നു. പിന്നെ രാഷ്ട്രീയമായി ഇടപെടലുണ്ടെന്ന് അവർ സംശയിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പറയുന്ന കൈക്കൂലി എവിടെ നിന്ന്, ഈ പറയുന്ന 1 ലക്ഷം രൂപ എവിടെ നിന്ന് എടുത്തു എന്നതിന് തെളിവുകളില്ല എന്ന് പറയുന്നു. പിന്നെ തുടരന്വേഷണത്തിൽ 2026 മാർച്ചിൽ ആണ് അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. അതായത് ഈ കഴിഞ്ഞ 2026 മാർച്ചിലാണ് കോടതി ഉത്തരവിട്ടത്, അതായത് തുടരന്വേഷണമാകാം എന്നുള്ളത്. അപ്പോൾ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയതിന്റെ തൊട്ടു പിന്നാലെ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ മത്സരിക്കാൻ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അപ്പോൾ അത് റിട്ടയർ ആയിട്ടല്ലേ എന്ന് സാങ്കേതികമായി പറയാം. നമുക്ക് സാങ്കേതികമായി പല കാര്യങ്ങളും പറയാം കേട്ടോ. സാങ്കേതികമായി പറയുമ്പോഴും യാഥാർത്ഥ്യം രാഷ്ട്രീയമായി ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിലുള്ള കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ വിശ്വാസമുള്ള ഒരു പാർട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്ന് നമുക്ക് സ്വാഭാവികമായും തോന്നാലോ. അല്ലാതെ റിട്ടയർ ചെയ്തതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം CPMലേക്ക് വരികയല്ലോ. പോലീസിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന കാര്യമാണ് അതുള്ളത്. പിന്നെ PP ദിവ്യയുടെ 2 ഫോണുകളിൽ നിന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഹാജരാക്കിയ കാര്യം, PP ദിവ്യ ഒളിവിൽ കഴിഞ്ഞ കാലം, എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ PP ദിവ്യയ്ക്ക് സഹായം കിട്ടിയതെന്നുള്ള, പിന്നീടും പല തവണ PP ദിവ്യ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായി PP ദിവ്യയ്ക്ക് അത് തിരിച്ചടിയായിട്ടുണ്ട്. പിന്നെ PP ദിവ്യയെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കുന്നു. അങ്ങനെ മത്സരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു നേതാവായിട്ട് ഉയർന്നു വരുന്ന ഒരു വനിതാ നേതാവായിരുന്നു. ആ നിലയ്ക്ക് നമ്മൾ കണ്ടിരുന്ന ഒരു നേതാവാണ് PP ദിവ്യ. ചർച്ചകളിലൊക്കെ ആ ഘട്ടങ്ങളിൽ വരികയും വളരെ സ്ട്രോങ് ആയി തന്നെ CPMന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന കരുത്തിയായ ഒരു നേതാവായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ കേസോട് കൂടി അവരെ പറ്റിയുള്ള ഇമേജ് നഷ്ടമാവുകയാണ്. ആ ഇമേജ് പോകുന്നതിന് ഒരു കാരണം ഈ കേസിൽ അവർ ആരോപണ ആയ ശേഷം അവരതിനോട് പ്രതികരിച്ച രീതി കൂടിയാണ്. അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ കേസിൽ ആദ്യന്തം ഒരു പാർട്ടിയുടെയും അധികാര കേന്ദ്രത്തിൻ്റെയും രാഷ്ട്രീയ ധാർഷ്ട്യം, അധികാര ധാർഷ്ട്യം അത് വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഉടനീളം കണ്ടത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് CBI വരണമെന്നുള്ളത്. ഇപ്പോൾ CBIക്ക് നേരിട്ട് വന്ന് അന്വേഷണം നടത്താൻ പറ്റില്ല. അത് നമ്മളിവിടെ ഒരു തീരുമാനമെടുത്താണല്ലോ സർക്കാർ, ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാരോട് അനുമതി വേണമെന്നുള്ളത്. അപ്പോൾ ആ അനുമതി തേടാനാണ് പോയത്. പ്രാഥമികമായി ചെയ്യുന്ന കാര്യമാണ്. ആ കുടുംബം വന്നൊരു ആവശ്യം അങ്ങോട്ട് വയ്ക്കുമ്പോൾ അത് നോ എന്ന് പറയാൻ ഒരു സർക്കാരിനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ CBI അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നമ്മൾ രാഷ്ട്രീയമായ CBI ദുരുപയോഗം ചെയ്ത കാര്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ലാവ്ലിൻ കേസ് കോടതി ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ലാവ്ലിൻ കേസ് CBIക്ക് വിടുന്നത്. സോളാർ പീഡന കേസ് പരാതിക്കാരി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതീവ നാടകീയമായിട്ടാണ് ആ പരാതി പെട്ടെന്ന് വരികയും CBIക്ക് വിടുകയും ചെയ്തത്. എന്നിട്ട് CBI അന്വേഷിച്ചിട്ട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ രാഷ്ട്രീയമായി ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കേസ് അങ്ങനെയല്ല. ഇത് ആത്യന്തികമായി കുടുംബം ആവശ്യപ്പെടുകയാണ് CBI അന്വേഷണം വേണമെന്നുള്ളത്. ആ കുടുംബത്തിന്റെ ആവശ്യം, അവരുടെ ഉള്ളിലെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നീതി അവർക്ക് നടപ്പാക്കാൻ CBIക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടലും ഈ പറയുന്ന സർക്കാർ ചെയ്തതായി എനിക്ക് കരുതുന്നില്ല. സർക്കാരിന് മുന്നിലേക്ക് വന്ന ഒരു കുടുംബത്തിന്റെ ആവശ്യം അത് അംഗീകരിക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണോ എന്നതാണ് ചോദ്യം. മധു, ആരെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KK രാഗേഷിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ നിശിതമായ വിമർശനങ്ങൾക്ക് പുറത്ത് ഇരയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് പാർട്ടി ഘടകം ഉന്നയിച്ചത് ലോക്കൽ സെക്രട്ടറി ആകാതെ പാർട്ടി സെക്രട്ടറി ആയതിൻ്റെ ചില വിഷമതകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനം കേൾക്കാൻ പോകുന്ന തരത്തിൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CBI അന്വേഷണം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ന്യായയുക്തമായ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അങ്ങനെ ഒരു സർക്കാരിന് കോടതിയെ വെല്ലുവിളിക്കാൻ കഴിയുമോ? ഒന്ന്, അങ്ങനെയാണെങ്കിൽ CPMൻ്റെ കാലത്തുണ്ടായിരുന്ന ഈ CBI അന്വേഷണ പ്രഖ്യാപനങ്ങളൊക്കെ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി ഇതിന് പ്രൊവിഷൻ ഇല്ലെങ്കിൽ ശരി, CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ ഈ പറയുന്നത് ശരി. ഇതൊക്കെ ആളുകൾ ക്രോസ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യും. ഇത് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഇങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളിൽ ഏറ്റവും മിനിമം പ്രതികരണം നടത്താൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ ജനവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചു എന്ന് പാർട്ടി ഘടകങ്ങൾ തന്നെ വിമർശനം ഉന്നയിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കുറച്ച് ഈ തരത്തിൽ രാഷ്ട്രീയം പാർട്ടി ഭാഷയിൽ മാത്രം പറയാതിരിക്കുക എന്ന് പറയുന്നതും നല്ലതാണെന്ന് തോന്നുന്നു. നിർബന്ധമില്ല. പക്ഷേ ഇനി ADM നവീൻ ബാബുവിൻ്റെ വിഷയം, അത് ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തൊരു വിഷയം എന്ന നിലയ്ക്കുള്ള ഗ്രാവിറ്റിയിലല്ല
കേരളത്തിലേക്ക് അത് വന്നത്. അത് വേണമെങ്കിൽ ഇടത് വിരുദ്ധത കൊണ്ട് വലിയ തോതിൽ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് പ്രചരിപ്പിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിക്കാം. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ PP ദിവ്യ ചിത്രീകരിച്ച് പുറത്തുവിട്ട ദൃശ്യങ്ങൾ അത് വലിയ തോതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. രാവിലെയായിരുന്നു ഈ പരിപാടി നടക്കേണ്ടത്. പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷമായി ക്രമീകരിച്ച് തന്നെ PP ദിവ്യയ്ക്ക് അവിടെ വന്ന നാടകം കളിക്കാനുള്ള സാഹചര്യം ഒരുക്കലായിരുന്നു എന്നുള്ളത്. ഈ അരുൺ വിജയൻ അവിടേക്ക് അവർ വരുമ്പോൾ അരുൺ വിജയന് യാതൊരു തരത്തിലുള്ള അതിലേക്ക് അവർ വരേണ്ടതില്ല, ആ പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ പങ്കെടുക്കേണ്ട യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതിലാർക്കും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്വന്തം താഴെയുള്ള ADM എന്ന് പറയുമ്പോൾ അധികാരഘടനയിൽ രണ്ടാമത്തെ ആളാണ്. അവിടെ വന്നൊരു കീഴുദ്യോഗസ്ഥനെതിരെ ഈ രാഷ്ട്രീയ വിമർശനം മുഴുവനും ഉന്നയിച്ചിട്ട് കളക്ടർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഔദ്യോഗികമായി പറഞ്ഞാൽ മതിയെന്ന് പോലും പറയാനുള്ള ബാധ്യതയില്ല. അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശേഷം അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല സ്മൃതി മാം. ഈ ദൃശ്യങ്ങൾ ആ ലോക്കൽ ചാനലിൽ സംപ്രേഷണം ചെയ്യുക മാത്രമല്ല പത്തനംതിട്ടയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയുമുണ്ട്. അതായത് ഈ മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് സ്വന്തം നാട്ടിലും ഇനി ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങളിലും പാർട്ടി ഘടകങ്ങളിലും അടക്കം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അത് വലിയ തോതിൽ മനോവിഷമത്തിന് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രകടമാക്കിയ ഒരു ധാർഷ്ട്യം വളരെ വ്യക്തമായി മനുഷ്യർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവിടെ അത്രമേൽ വലിയ ജനവികാരം ഉണ്ടായത് എന്നുള്ളതാണ്. ഞാൻ വന്നപ്പോൾ അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എന്നാൽ കയറി സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുടെ ഒപ്പം ഒരു മാധ്യമപ്രവർത്തകൻ ഈ ഷോ റെക്കോർഡ് ചെയ്യാൻ വരുന്നത് ആർക്കാണ് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്? അവിടെയാണ് PP ദിവ്യ ഒന്ന് പരാജയപ്പെട്ടു പോകുന്നത്. അവിടെ പ്രകടമാക്കിയ ധാർഷ്ട്യം രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഈ ദൃശ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചാരണം നടത്തി ഇദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു ആരോപണം. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഉണ്ടായതോ, ഈ മരണശേഷം ഉണ്ടായതോ, ഇപ്പൊ തൊട്ടു മുമ്പ് പോലും ഈ എന്താണ് ബന്ധുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം? ഇൻക്വസ്റ്റ് നടപടികൾ ഞങ്ങൾ വന്നിട്ട് ശേഷം മതി എന്നവർ ഉന്നയിച്ചു. അത് നടന്നില്ല. അപ്പൊ ഈ ആത്മഹത്യാക്കുറിപ്പില്ല എന്ന കാര്യം കുടുംബം ഇപ്പോഴും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ നേരത്തെ പറഞ്ഞ ഈ ശ്രീകണ്ഠാപുരം കോട്ടൂരിൽ മത്സരിച്ച രത്നകുമാറിന്റെ അടക്കം സാന്നിധ്യത്തെ അവിടെ ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരിക്കാം, അത് എടുത്തു മാറ്റിയതായിരിക്കാം എന്ന അവിശ്വാസം ആ കുടുംബത്തിനുണ്ടാകുന്നു. ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക? കാരണം അവർ പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ ഞങ്ങൾ വന്നതിന് ശേഷം മതി, പോസ്റ്റ്മോർട്ടം നടപടിക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം മതി, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. എന്തുകൊണ്ടാ? രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് PP ദിവ്യയുടെ ഭർത്താവുമായി ഉള്ള ബന്ധം, രണ്ട് ഈ പ്രശാന്തനുമായുള്ള ബന്ധം. ഇവർ രണ്ടുപേർക്കും വലിയ ബന്ധമുള്ള നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഒരു കാലത്ത് ചർച്ചയിൽ. അതിന്റെ പേര് പരിയാരം മെഡിക്കൽ കോളേജ് എന്നല്ല എന്നുള്ളതായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് എന്നാണ് കാലങ്ങളായത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ഉണ്ടായത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പാർട്ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. ആര്? കുടുംബം. ഇവർക്കിഷ്ടമില്ലാത്തടത്തേക്ക് എന്തിനാണെന്നേ കൊണ്ടുപോകുന്നത്? ഈ അരുൺ വിജയനാണ് പറഞ്ഞത് ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം, ആ ടേബിൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിശോധന പോലും, പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നതടക്കം കാര്യങ്ങൾ കുടുംബം അറിയുന്നത് ഈ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് എന്നതും അവർ ആരോപിക്കുന്നു. സാധാരണഗതിയിലുള്ളൊരു മരണമല്ലല്ലോ. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കുടുംബം അറിയുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് എന്നതും അവർ ആരോപിക്കുന്നുണ്ട്. ഇനി അതിനെല്ലാം ശേഷം, ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പാർട്ടി പറഞ്ഞു. അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം അംഗീകരിക്കണ്ടേ? ഇരയുടെ ആവശ്യപ്രകാരം CBI അന്വേഷണങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ സർക്കാർ, കുടുംബങ്ങളുടെ ആവശ്യപ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാത്തത്? ഒപ്പമുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? ഒപ്പം ഉണ്ടാകേണ്ടേ? CPMന്റെ പത്തനംതിട്ട ഘടകത്തിന്റെ നിലപാടെന്തായിരുന്നു? സംസ്ഥാന ഘടകത്തിന് വിരുദ്ധമായിട്ടായിരുന്നില്ലേ? അവർ എത്രയോ തവണ ഉറക്കത്തന്നെ ആ വിമർശനം ഉന്നയിച്ചു. അങ്ങനെ ആ തരത്തിൽ CPMനുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നുകൂടിയാണ് ഇത് എന്നത് പ്രശ്നമാണ്. ഇനി ഈ NOC തീർപ്പാക്കാൻ ഈ പറയുന്ന മനുഷ്യൻ എത്ര ദിവസം എടുത്തുന്ന? 9 ദിവസമേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് മുന്നിൽ ഈ കാര്യം വന്നതിന് ശേഷം സെപ്റ്റംബർ 30 ഈ ടൗൺ പ്ലാനർ റിപ്പോർട്ട് വരുന്നത്. ഒക്ടോബർ 9 NOC നൽകിയിരിക്കുന്നു. അതിനിടയിൽ കാട് വെട്ടിത്തെളിച്ച് അവിടെ ഈ വളവ് സ്ഥലം നികത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് കിട്ടി, ഇത് കൊടുക്കുന്നു. 9 ദിവസം ഒരു ഫയല് ഒരു സർക്കാർ ഓഫീസറുടെ മുന്നിൽ ഇരിക്കുന്നത് അത്ര വലിയ കാലതാമസമാണോ? അപ്പോൾ എന്താണ് ചൊടിപ്പിച്ചെന്നറിയോ? ഞാൻ വിളിച്ചു പറഞ്ഞു ചെയ്തൂടെ എന്നുള്ളതാണ്. ഞാൻ വിളിച്ചു പറഞ്ഞ മൊമെന്റിൽ അതിൽ ഒപ്പുവെച്ചില്ല എന്നൊരു കാര്യമാണ് PP ദിവ്യയെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം. ഇനി CBI അന്വേഷണത്തിലും ED അന്വേഷണത്തിലും ഒക്കെ കോൺഗ്രസിന് മാത്രമേ വിശ്വാസമുള്ളൂ. CBI അന്വേഷണം സംസ്ഥാനത്ത് CPMനെ തുണച്ചിട്ടില്ലേ?
വാളയാർ വിഷയം എങ്ങനെയാണ് പരിസമാപ്തിയിലേക്ക് എത്തിയത്? വാളയാർ വിഷയത്തിന്റെ പേരിൽ എന്തൊക്കെ കേട്ടു? എം പി രാജേഷ് അടക്കം എന്തൊക്കെ കേട്ടു? രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പക്ഷെ അതിനുശേഷം CBI അന്വേഷണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ കറയപ്പാടെ മാഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് ആവർത്തിച്ച് കോടതികളിൽ സ്വീകരിച്ചു? ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സ്വീകരിച്ചു എന്ന് കുടുംബം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ട് എങ്കിൽ, അത് നേരത്തെ KK രാഗേഷ് പറഞ്ഞ ധാർഷ്ട്യത്തിന്റെ ഭാഷയിലല്ല, അവരോട് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ കേൾക്കുമായിരുന്നു. ഇനി കേൾക്കില്ല, കേൾക്കുമായിരുന്നു. എന്തുകൊണ്ടാ? അവർ ആ കുടുംബം ഇടതനുഭാവമുള്ളൊരു കുടുംബമായിരുന്നു. ഇടതനുഭാവമുള്ളൊരു കുടുംബത്തിന് പോലും അവിശ്വാസം വരുന്ന രീതിയിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിന്ന ഇടത്താണ് നവീൻ ബാബു കേസിൽ CPM പിഴച്ചത്. വെൽക്കം ബാക്ക്. ADM നവീൻ ബാബുവിന്റെ മരണം CBI കേസ് ആയി മാറുന്നത് സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ അങ്ങനെയൊരു അഭിപ്രായത്തോട് യോജിക്കുന്നതേയില്ല. രാഷ്ട്രീയമായി അത് അങ്ങനെ ഒരു നിലപാട് CPM-നുണ്ട്. കാര്യം CBI എന്ന് പറയുന്നത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എപ്പോഴും BJP വിരുദ്ധ സർക്കാരുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തത്തയുടെ കൂട്ടിലടച്ച തത്തയാണ് എന്ന് കോടതി തന്നെ വിമർശിച്ചിരിക്കുന്ന ഏജൻസിയാണ്. ഇതൊക്കെ രാഷ്ട്രീയമായ വസ്തുതയാണ്. പക്ഷേ ഇവിടെ വിഷയം കേവലം രാഷ്ട്രീയം മാത്രമല്ല. ആരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇത് ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാളല്ല. പോയിന്റ് നമ്പർ 1, ഇടതു കുടുംബമായി തന്നെ ഇടതു രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്ന, ഇപ്പോഴും സജീവമായി തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ ഭാഗമായി നിന്നയാളാണ് നവീൻ ബാബു. ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ ഭാര്യയടക്കം ഈ ഇടതുപക്ഷത്ത് തന്നെയാണ് നിലയുറപ്പിക്കുന്നത്. ഇന്ന് CPM-ന് ഏറ്റവും വലിയ തിരിച്ചടി, ഇതിൻ്റെ വിധി എന്തുമാവട്ടെ, CPM-ന് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രിയെ പോയി കണ്ട്, UDF-ൻ്റെ കാലത്തെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിയതിൽ തൃപ്തിയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ്. കടപ്പാടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ആരാണ് ഇടതുപക്ഷത്തിൻ്റെ സർവീസ് സംഘടനയുടെ ഭാഗമായിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം അവരുടെ തൃപ്തി രേഖപ്പെടുത്തുന്നത്, അവർ കടപ്പാടുണ്ടെന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ മുഖ്യമന്ത്രിയോടല്ല, പകരം UDF-ൻ്റെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോടാണ്. ആ സർക്കാരിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നായിട്ടത് മാറുന്നു. അപ്പോൾ രാഷ്ട്രീയമായി ഇത് CPM-നും ഇടതുപക്ഷത്തിനും തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ KK രാഗേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ 100 ഇരട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് CPM അന്ന് തന്നെ ഈ വിഷയം CBI-ക്ക് വിടാഞ്ഞത്? എനിക്കിപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് CBI-ക്ക് വിട്ടില്ല? അത് സംസ്ഥാനത്തെ ഏജൻസിയെ വിശ്വസിച്ചുകൊണ്ട് എന്നൊരു രാഷ്ട്രീയമായ ന്യായീകരണമാണ്. ചില ഘട്ടങ്ങളിൽ കേവലമായ രാഷ്ട്രീയ ന്യായീകരണം കൊണ്ട് ജനബോധ്യത്തെ നമുക്ക് ഉറപ്പാക്കാനത് കഴിയില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താനത് കഴിയില്ല. പൊതുബോധ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ഭരിക്കുന്നു, നന്നായി ഭരിക്കുന്നു എന്നത് മാത്രം പോരാ, നന്നായി ഭരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഈ വിഷയം CBI-ക്ക് വിട്ടിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? നോക്കൂ, ഈ കേസിൽ തന്നെ ഒരുപാട് സങ്കീർണമായ ഒരുപാട് ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നു. വൈകാരികമായും വസ്തുതാപരമായും ഞാൻ ആ കുടുംബത്തിനോടൊപ്പമാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം മഞ്ജുഷയുടെ 2 കുഞ്ഞുങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ പോയി നവീൻ ബാബു ട്രാൻസ്ഫറായി വരുന്നത് കാത്തു നിൽക്കുന്ന നിമിഷമാണ് ഈ മരണവാർത്ത എത്തുന്നത്. ആ നിമിഷം ആ കുടുംബത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ 2 പെൺകുട്ടികളാണല്ലോ നവീൻ ബാബുവിനുള്ളത്. ആ 2 പെൺകുട്ടികളുടെ ചിത്രം പോലും, ആ സംസ്കാര ചടങ്ങിലെ ചിത്രം പോലും നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളു പൊള്ളിക്കുന്നതാണ്. അവിടെ കേവല രാഷ്ട്രീയ വിശദീകരണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് മാത്രമല്ല, കേവല രാഷ്ട്രീയ വിശദീകരണങ്ങൾ ആ വൈകാരികമായിട്ടുള്ള ചിത്രത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകും. നമുക്ക് വിശദമായി സാങ്കേതികമായിട്ടൊക്കെ കോടതിയിൽ ഇഴകീറി വാദിക്കാം. CBI-യുടെ റിപ്പോർട്ട് വരട്ടെ. അന്ന് സർക്കാർ ഇത് 3 കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് തന്നെ ഇത് CBI-ക്ക് വിടണമെങ്കിൽ. 1, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് CPM-ൻ്റെ പ്രബലയായ ഒരു വനിതാ നേതാവാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാരിൻ്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ വിജിലൻസ് വകുപ്പ് ഉള്ളത്. ആ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഫ്രീ ആയ, ഫെയറായ, ഇംപാർഷ്യലായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് മറുഭാഗത്തിന് വാദിക്കാൻ ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഇത് രാഷ്ട്രീയ എതിരാളികളല്ല ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർവീസ് സംഘടനയിലെ ഒരു അംഗമാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ രാഷ്ട്രീയ അനുഭാവി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ CBI അന്വേഷണം നടത്തുന്നതിന് സാങ്കേതികമായ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു പകരം എന്താണ് CPM ശ്രമിച്ചത്? സംസ്ഥാന സർക്കാരിൻ്റെ ഇൻറ്റഗ്രിറ്റി, അന്വേഷണ ഏജൻസിയുടെ ഇൻറ്റഗ്രിറ്റി, വിജിലൻസിൻ്റെ അന്വേഷണം, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. അതെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു പോവുകയാണ്.
ഇനി സാങ്കേതികമായി ഇതിൻ്റെ ഒരു വിഷയത്തിലേക്ക് കൂടി വരാം. ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കുമോ ഇത് CBIക്ക് വിട്ട നടപടി എന്നുള്ളതാണ്. അതിൽ എനിക്കൊരു സംശയമുണ്ടെങ്കിൽ പോലും ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം സംസ്ഥാന സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ CBIക്ക് ആ കേസ് ഏറ്റെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ജുഡീഷ്യൽ സ്ക്രൂട്ടനി കഴിഞ്ഞ കേസാണ് എന്ന് വെച്ചാൽ സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതും കടന്ന് സുപ്രീം കോടതി ഈ കേസ് CBIക്ക് വിടാനുള്ള ഒരു സാങ്കത്യവുമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെ ജുഡീഷ്യൽ സ്ക്രൂട്ടനി കഴിഞ്ഞ ഒരു കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നൊരു ലീഗൽ പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതൊരു പക്ഷേ നാളെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാവൂ എന്താണ് ആവശ്യമെന്നുള്ളത്. ഇവിടെയാണ് അപകടകരമായ ഒരു കാര്യമുള്ളത്. ഇതൊരു കൊലപാതകമാണ് എന്നത് മുൻനിർത്തിയാണ് ഈ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇപ്പോഴുള്ള കേസ് ദുർബലമാവും. അവിടെ PP ദിവ്യയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് ക്വാഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ക്വാഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും. കാര്യം ഇത് ആത്മഹത്യയല്ല, ഡോക്ടർ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അതിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കൊലപാതകമാണ് എന്നൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചാൽ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇടക്കാലത്തുണ്ടായിരുന്നു. മഞ്ജുഷ തന്നെ അത് പറയുകയും ചെയ്തു. അതാണ് ഈ കേസിനെ ദുർബലപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അത് വൈകാരികമായി മഞ്ജുഷ പറഞ്ഞതാവാം. കാരണം ഒരു സമയത്ത് അന്വേഷിക്കുന്ന കേസ് എന്താ? ആത്മഹത്യയാണ്. ആത്മഹത്യ പ്രേരണ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു മൊഴി വരുന്നുണ്ട്. എന്താണ്? ഇത് ആത്മഹത്യയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മഹത്യാ പ്രേരണ നിൽക്കുക? ഈ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്, അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത്. കൊലപാതക കേസാണെങ്കിൽ PP ദിവ്യയുടെ ഫിസിക്കൽ അപ്പിയറൻസ് അവിടെ ഇല്ല, ദുർബലപ്പെട്ടു. ആ കേസ് ദുർബലപ്പെട്ടു. ആ നിമിഷം PP ദിവ്യ രക്ഷപ്പെടും. ഇത് കൊലപാതകമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ, CBI കൊലപാതക കുറ്റമാണ് അന്വേഷിക്കാൻ വരുന്നതെങ്കിൽ ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് ദ കേസ് ഈസ് ഇൻവാലിഡ്. ആ മൊമെന്റിൽ ഈ കേസ് ഇല്ലാതാവും. PP ദിവ്യ ഹീറോ ആയിട്ട് തീരുകയും ചെയ്യും. PP ദിവ്യ വേട്ടയാടപ്പെട്ടയാളായിട്ട് തീരുകയും ചെയ്യും. അഗ്നിപരീക്ഷ കഴിഞ്ഞ് വരുന്ന ഒരാളെ അത് PP ദിവ്യയുടെ ഉയർപ്പിന് കാരണമാവുകയും ചെയ്യും കൊലപാതകമാണെങ്കിൽ. പക്ഷേ കൊലപാതകം അല്ലെങ്കിലോ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അപ്പോൾ വൈകാരികമായി ആ കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുമ്പോഴും ചില ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല PP ദിവ്യ ഇത് ആത്മഹത്യാ പ്രേരണയാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. 50% കുറവ് സാധ്യത മാത്രമാണ് ഇപ്പോഴും PP ദിവ്യ ശിക്ഷിക്കപ്പെടാനായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശിക്ഷിക്കപ്പെടണോ വേണ്ടോ എന്നുള്ള വൈകാരികമായിട്ടൊക്കെ പറയാം. PP ദിവ്യ ചെയ്തതിനെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നതേ ഇല്ല. ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് ഒരു ജനപ്രതിനിധി ഇങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത്. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ അത് പ്രതികരിക്കാമായിരുന്നു. അത് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യാത്രയപ്പിൻ്റെ വേളയിലൊക്കെ പോയി വൈകാരികമായൊരു ഷോക്ക് കൊടുത്തുകൊണ്ടല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. ഇതറിയുന്ന മാത്രയിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇടപാടുണ്ടെങ്കിൽ അത് അറിയുന്ന മാത്രയിൽ തന്നെ ആ രീതിയിൽ ഇടപെടണമായിരുന്നു. കാര്യം വിജിലൻസ് സംവിധാനം ഈ സർക്കാരിനോടൊപ്പമുണ്ട്, ആഭ്യന്തര വകുപ്പ് ഈ സർക്കാരിനോടൊപ്പമുണ്ട്. പക്ഷേ ഒരു ഓവർ എന്തൂസിയാസ്റ്റിക്കായി PP ദിവ്യ ചെയ്ത കാര്യമാണ് ഇതിലൊരു സമ്മർദ്ദമുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറിപ്പ് വേണം, ഒരു മൊഴി വേണം, ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന PP ദിവ്യയിലേക്ക് വേണം. സാഹചര്യ തെളിവുകളിൽ നിന്ന് മാത്രം ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിൽക്കുമോ എന്നുള്ളൊരു വലിയ ലീഗൽ വിഷയമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സംഭവം നടന്നതിന് ശേഷം അരുൺ വിജയൻ എന്ന് പറയുന്ന കളക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള തെളിവാണ്. അതാണ് ഞാൻ ഹാർഷ് റിയാലിറ്റി. ഈ പ്രസംഗം കഴിഞ്ഞതിനു ശേഷം വാലിഡായിട്ട് അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ ഒരേ ഒരു മൊഴി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് നവീൻ ബാബു പറഞ്ഞിരിക്കുന്നത് അരുൺ വിജയനോടാണ്. അരുൺ വിജയൻ്റെ ആ മൊഴി ഈ കേസിൽ PP ദിവ്യയ്ക്ക് സഹായകരമാണ്. എന്താണ് അരുൺ വിജയൻ്റെ മൊഴി? ഈ PP ദിവ്യയുടെ പ്രസംഗത്തിനു ശേഷം ചേംബറിലെത്തി അരുൺ വിജയനെ കണ്ട് ഈ കളക്ടറെ കണ്ട് നവീൻ ബാബു പറഞ്ഞത്, എനിക്ക് ഒരു തെറ്റുപറ്റി, ഫയലിൽ ഒരു തെറ്റുപറ്റിയിട്ടുണ്ട്, ഒരു ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതെന്ത് ക്ലിപ്പാണെന്ന് നമുക്കറിയാം. ഒരു പക്ഷേ PP ദിവ്യ വരുന്ന സമയത്ത് സംസാരിച്ച ഈ ക്ലിപ്പായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലിപ്പുണ്ടെന്ന് ഭയന്നതാവാം, അതല്ല ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തിയതാവാം. പക്ഷേ ഇതെന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൊഴി അവിടെ വളരെ കൃത്യമായി കിടക്കുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആളല്ല. ADMന്റെ മരണത്തിൽ ADMന്റെ തൊട്ടുമുകളിലുള്ള സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അധികാരം കൂടിയുള്ള ഈ ജില്ലാ കളക്ടറുടെ മൊഴി അവിടെ നിർണായകമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് PP ദിവ്യ ശിക്ഷിക്കുക എന്നുള്ളതാണ് ലീഗലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഞാനൊന്ന് എടുത്തോട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുബന്ധ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 13 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സ്മൃതി പറഞ്ഞതുപോലെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ പ്രശാന്തൻ ഒരു ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തുകൊണ്ടാണ് ഈ പണം കൈക്കൂലി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അനുബന്ധ കുറ്റപത്രത്തിൽ അങ്ങനെയുണ്ട്. അതായത് ഈ TV പ്രശാന്ത് പണം
കൈപ്പറ്റിയിരിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന്, പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. സ്വർണം കൊടുത്ത് പണയപ്പെടുത്തി പണം ഈ ടി വി പ്രശാന്ത് വാങ്ങിയിട്ടുണ്ട്. അതനുബന്ധ കുറ്റപത്രത്തിലുണ്ട്. അത് PPDVക്കാണ് തുണയായിട്ട് തീരുക, നിർഭാഗ്യവശാൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസിൽ പരാതി പറഞ്ഞോ എന്നുള്ള വിഷയമാണ്. ഇതിലാണ് ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നമുള്ളത്. കാര്യം ബിനു മോഹൻ്റെ സഹോദരനുമൊക്കെ ഈ കേസിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ PPDVക്ക് വേണ്ടി രാഷ്ട്രീയമായി പ്രവർത്തിച്ചു എന്നൊരു ആരോപണം നിൽക്കുന്നുണ്ട്. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അനുബന്ധ കുറ്റപത്രത്തിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും വിജിലൻസ് അതിനകത്ത് പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാലും അത് PPDVക്ക് അനുകൂലമായി തീരുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ PPDVയുടെ ഫോൺ കോൾ പരിശോധിച്ചപ്പോൾ അതിൽ ആദ്യം പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ആ CDR എടുത്തപ്പോൾ അതിൽ 6/10/2021 മുതൽ 15/10/2021 വരെയുള്ള 9 ദിവസത്തിന്റെ മിസ്സിംഗ് ഉണ്ട്. ഈ 9 ദിവസത്തിന്റെ കോൾ റെക്കോർഡ്സും വളരെ കൃത്യമായി പരിശോധിച്ച് അതിലൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഈ കേസിലേക്ക് നയിക്കാവുന്ന ഒരു കോൾ റെക്കോർഡും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് നേരത്തെ സ്മൃതി പറഞ്ഞ PPDVയുടെ 2 മാസക്കാലത്തെ കൂടി കാലയളവ് കൂടി വരുന്ന കോൾ റെക്കോർഡ് വേണം. കാര്യം മാർച്ച് വരെയുള്ളതാണ് സാധാരണ ടെലികോം കമ്പനികൾ കൊടുക്കുക. അപ്പോൾ ജനുവരി മുതലുള്ളത് വേണമെന്ന് ആവശ്യപ്പെട്ടു, അതും എടുത്തു. ജനുവരി 15-ാം തീയതി മുതൽ മാർച്ച് വരെയുള്ളത് എടുത്തു എന്ന് മാത്രമല്ല, അത് എടുക്കണമെന്നുള്ളത് PPDVയുടെ അഭിഭാഷകർ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ആ ഡീറ്റെയിൽസിലും സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് അനുബന്ധ കുറ്റപത്രത്തിലും ഇപ്പോൾ ഇല്ല. ഇത് ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അനുബന്ധ കുറ്റപത്രം നിലവിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ചലഞ്ച് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രൂരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നതാണ്. ആ ഹാർഷ് റിയാലിറ്റി അവിടെ ഇരിക്കുന്നു. എന്നാൽ അതിനും അപ്പുറത്തേക്ക് കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് നമ്മൾ സംശയിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അതിലൊന്ന് ACP രത്നകുമാർ, SITയുടെ തലവനായി PPDVയുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഈ കേസ് അന്വേഷിച്ച രത്നകുമാർ എന്ന് പറയുന്ന ACP പിന്നീട് ശ്രീകണ്ഠാപുരത്ത് 22-ാമത്തെ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്നു. സംശയകരമാണ്. ഇവിടെയാണ് ഒരു ലീഗൽ പോയിന്റ് ഉള്ളത്. അങ്ങനെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആ കേസിൻ്റെ വിധി വരും മുൻപ്, ആ കേസിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ആ കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതിന് ശേഷം തൊട്ടു പിന്നാലെ ആ പ്രതിയായിരുന്നയാൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. സാങ്കേതികമായിട്ടൊക്കെ പറ്റും, പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ആ കേസിൽ നിലവിൽ PPDVയുടെ പ്രസംഗം ജനങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഈ മരണം നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ, ആ കേസ് അന്വേഷിച്ച ACP രത്നകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ശ്രീകണ്ഠാപുരത്ത് 22-ാമത്തെ വാർഡിൽ എന്തുകൊണ്ട് CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ചു? അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി കുടുംബം ആവശ്യപ്പെടും, ഇത് ഫ്രീ ആയ, ഫെയർ ആയ, ഇംപാർഷ്യലായ, മറ്റ് സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു കേസ് അന്വേഷണമാണോ എന്ന ചോദ്യമുണ്ടാവും. നമുക്കെല്ലാവർക്കും ആ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം പൊതുജനങ്ങൾക്കും ഉണ്ടാവും. ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സംസ്ഥാനത്തൊരു ഏജൻസി ഈ കേസ് അന്വേഷിച്ചാൽ പോരാ. അവിടെയാണ് CBIയുടെ പ്രസക്തി ഉണ്ടാവുന്നത്. ആ CBI ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഡീഡ്, ഏതെങ്കിലും തരത്തിൽ പ്രശാന്ത് എന്ന് പറയുന്നയാൾ മറ്റേതെങ്കിലും ഒരാളുടെ പാർട്ട്ണർഷിപ്പോട് കൂടിയാണോ ഈ പെട്രോൾ പമ്പ് തുടങ്ങാനിരുന്നത്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡീഡ് എവിടെയുണ്ടോ? ആ ഡീഡിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഗീത ലാൻഡ് കമ്മീഷണർ റിപ്പോർട്ടിൽ ആ ഡീഡിനെ കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്. എന്നാൽ RTA പ്രകാരം കളക്ടറേറ്റിൽ നിന്നെടുത്ത വിവരത്തിൽ ആ ഡീഡ് കാണുന്നില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്നത്. അതായത് ഗീത IAS കൊടുത്ത കടലാസിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിൽ പക്ഷേ നിയമസാംഗത്യമില്ല. അതാണ് ഒരു പ്രശ്നം. കാര്യം അത് ഈ പറയുന്ന PPDVയുടെയോ പ്രശാന്തനയുടെയോ മൊഴി എടുക്കാതെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ റെക്കോർഡാണ്. ആ ഒഫീഷ്യൽ റെക്കോർഡിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് പറയുന്നു. അതായത് പ്രശാന്തിനോടൊപ്പം മറ്റാരോ ഒരാൾ ഈ പെട്രോൾ ബങ്കിന്റെ ഉടമയാണ് എന്നുള്ളതാണ് പറയുന്നത്, പിതാവിയാണ് എന്ന് പറയുന്നത്. അത് ആരാണെന്ന് നമുക്കറിയില്ല. പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് പ്രശാന്തിന്റെ ബിനാമിയായി നിന്നുകൊണ്ട് ആരുടെ ഏതെങ്കിലും ആണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതുകൊണ്ടാണോ ഇത്ര വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായത് എന്ന രണ്ടാമത്തെ ചോദ്യവും നമ്മുടെ മുന്നിൽ സ്വാഭാവികമായി വരുന്നു. രത്നകുമാർ മത്സരിക്കുക കൂടി ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമുക്കത് ചേരാതെ പോകുന്ന ഒരു കണ്ണിയായിട്ട് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിലവിൽ CBI അന്വേഷണത്തിന് വിട്ട നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ ഒരു നീക്കമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അത് ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. കുടുംബം ഇനി ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും ആ കുടുംബത്തിനോടൊപ്പമാണ് ഞാൻ. കാര്യം ആ കുടുംബത്തിൻ്റെ വിശ്വാസമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്വേഷണ ഏജൻസി വളരെ വ്യക്തമായി തീരുമാനമെടുക്കട്ടെ. ഡൈങ് ഹാർനസിനുള്ള അവകാശം ആ കുടുംബത്തിലെ കുഞ്ഞിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ പോയി നേരിട്ട്
കണ്ട് ഇതെന്താണ് നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. നേരിട്ട് കാണുന്നത് ആരാ? നേരിട്ട് ഈ അവിടുത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും എടുത്ത ഉദയഭാനു എടുത്ത നിലപാട് നമുക്കറിയാം. ആദ്യം ഉദയഭാനു എടുത്ത നിലപാട് സംസ്ഥാന കമ്മിറ്റി എടുത്ത നിലപാടിന് അനുകൂലമൊന്നും ആയിരുന്നില്ല ആദ്യത്തെ ഘട്ടത്തിൽ. അവിടെ ജില്ല അവർക്കൊപ്പം ആവുകയും മറ്റു ഘടകങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. പിന്നീടാണ് പാർട്ടി ആ ജില്ലാ ഘടകത്തിന്റെ നിലപാടിലേക്ക് വരുന്നതും PP ദിവ്യ സസ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ പിന്നീടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതി നിറവേറ്റി എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടി യഥാർത്ഥത്തിൽ ആ സംവിധാനത്തിൽ ഉണ്ടാകുമായിരുന്നു. ഈ 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കേസിൽ CBI അന്വേഷണം രാഷ്ട്രീയമായി തന്നെ CPM അനിവാര്യമായിരുന്നു. നമ്പർ 1, ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ എതിരാളികളല്ല, അത് നവീൻ ബാബു എന്ന ഇടതുപക്ഷ സഹയാത്രികന്റെ കുടുംബമാണ് എന്നത് നമ്പർ 1. നമ്പർ 2, ഈ കേസിൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ ഈ സർക്കാരിൻ്റെ ഭാഗമായ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി സ്ഥാനം നിലവിൽ വഹിക്കുന്നയാളാണ് എന്നതുകൊണ്ട്. മൂന്നാമത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന ദുരൂഹമായ ഒരു ഗവൺമെന്റിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന ഒരുപാട് ദുരൂഹതകൾ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ ക്ലാരിറ്റിയോടുകൂടി പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വൈകിയാണെങ്കിലും ഇപ്പോൾ ഈ CBIക്ക് വിട്ട ഈ നിലപാടിനെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ ആകെ ചെയ്തൊരു കാര്യം ഈ മഞ്ജുഷയ്ക്ക് ആകെ കൊടുത്ത ട്രാൻസ്ഫറാണ്. അവർ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് മാത്രമാണ് അവർക്ക് അനുകൂലമായി സർക്കാർ. സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ KK രാഗേഷ് ചോദിക്കുന്നത്. അത് ഏത് ഗ്രൗണ്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണെന്നേ. നമുക്ക് CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, വലിയ ആരോപണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇടതുപക്ഷ അനുഭാവ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ ആ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഈ കേസ് അന്വേഷിച്ച് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ പോയി നിർത്തിയാൽ ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു അതാണ് ഈ രാഷ്ട്രീയമായ ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. കാര്യം ജനങ്ങൾ ഇടതുപക്ഷ സഹയാത്രികർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സഹയാത്രികർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മൾ തന്നെ എത്രയോ ദിവസം ചർച്ച ചെയ്തിട്ട് ആ പ്രസംഗം കാണുന്ന സമയത്ത് ഒരു വിസിൽ ബ്ലോവറെ അല്ല നമ്മളവിടെ കാണുന്നത്, പകരം ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയുള്ള ഒരു പ്രതികരണമാണ് നമ്മളവിടെ കാണുന്നത്. അതൊരു പ്ലാൻ ഉണ്ട്. വരിക, ഒരു ക്യാമറമാനെ കൊണ്ടുവരിക, അത് റെക്കോർഡ് ചെയ്യുക, അത് പ്രാദേശിക ചാനലിൽ കൊടുക്കുക, അത് ഷെയർ ചെയ്യുക. അത്രയും ഗൂഢാലോചന നടത്തി. ഈ അരുൺ കെ വിജയനും ADM നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ സുഗമമൊന്നുമായിരുന്നില്ല. അത് കൃത്യമായി കുടുംബത്തിനോട് ഈ നവീൻ ബാബു കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അരുൺ കെ വിജയൻ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പത്തനംതിട്ടയ്ക്ക് പുറപ്പെട്ടു. ആ പകുതി വഴിയിലെത്തിയപ്പോൾ കുടുംബം പറഞ്ഞു പറ്റില്ല എന്ന്, വരണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം ഒരു വൈകാരിക കുറിപ്പ് എഴുതിയിരുന്നു. ഇന്നലെ വരെ എൻ്റെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച ആളാണ് നവീൻ. കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച വ്യക്തിയായിരുന്നു. 8 മാസത്തോളമായി എനിക്കറിയാവുന്ന നവീൻ. ഇദ്ദേഹം മൊഴി മാറ്റിക്കൊടുത്ത ആ നവീന് ഫേസ്ബുക്കിൽ പൊതുസമക്ഷം ഇദ്ദേഹം അരുൺ കെ വിജയൻ എഴുതി വെച്ച സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. അല്ല, അരുൺ വിജയന് ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബു ഇങ്ങനെയൊരു കുറ്റകൃത്യം നടത്തി എന്നുള്ളതിന് നേരിട്ടറിവില്ല. അല്ല, അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നവീൻ ബാബു അരുൺ വിജയനോട് പറഞ്ഞത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് എന്നത് മാത്രമാണ്. അല്ല, ആ പോലീസിലെ റിപ്പോർട്ടിൽ അത് ഇദ്ദേഹം പറഞ്ഞിട്ട് വേണമല്ലോ ആ റിപ്പോർട്ടിൽ വരാൻ. അദ്ദേഹത്തോട് അരുൺ കെ വിജയൻ പറയണമല്ലോ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് ഒരു കുറിപ്പിടുന്നു മാത്രമല്ല, അന്ന് ഓർക്കണം, അന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർക്കൊക്കെ ഈ കളക്ടറോട് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? ഈ കുടുംബത്തെ പോയി കാണുന്നത് പേടിച്ചിട്ടാണ്, അവിടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്ന് അദ്ദേഹം എടുത്തിരുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ ഒരു മറുപടിയായിട്ടാണ് കാണുന്നത്. ഇനി ഇദ്ദേഹം ഈ പ്രശാന്തൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു കത്തയച്ചല്ലോ. ഒപ്പോ? അതാ പറഞ്ഞ രണ്ടൊപ്പ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് 2 ഒപ്പുണ്ടെന്ന്. എനിക്ക് 2 ഒപ്പുള്ള സാങ്കേതികമായി പോലും നിലനിൽക്കാത്ത ചില വാദങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പുറത്തു വരിക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കുടുംബത്തിന്റെ ഇപ്പോൾ നിലവിൽ ആ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുക. അതിപ്പോൾ ഈ സർക്കാർ ചെയ്തു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ തീരുമാനത്തെ പൂർണ്ണമായും ഞാനും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് കോടതിയെ വെല്ലുവിളിക്കുകയാണോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം കോടതിയെ വെല്ലുവിളിക്കുകയല്ല എന്നാണ്. Meet the editors.